ഗൈസ് വെൽക്കം ബാക്ക് ടു കാർത്തിക് ഗെയിമിംഗ് 2.0. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ് ബീറ്റ. ഇന്ന് നമ്മൾ 10 days സർവൈവിങ് ആണ് ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ നമുക്ക് ചാലഞ്ചിലേക്ക് പോകാം. നമുക്ക് വേൾഡ്സിൻ്റെ എണ്ണം ഇടാം. 2000 years later. കൗണ്ടിങ് ഒന്നും വേണ്ട. അടുത്ത നമുക്ക് അടുത്ത ഭാഷ എൻ്റെ കസിൻ എൻ്റെ കൂടെ കളിക്കുന്നതായിരിക്കും. ഞങ്ങൾ മൾട്ടിപ്ലെയർ കളിക്കും. എനിക്ക് തോന്നി ഈ സ്ഥലത്തെ വരത്തുണ്ടെന്ന്. എനിക്ക് ഈ സ്ഥലം എവിടെയോ പരിചയമുള്ള പോലെ. ഗൈസ്, ഇവിടെയാണ് എൻ്റെ വീട്. ഞാൻ കമ്പ്യൂട്ടറിൽ കളിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് എൻ്റെ വീട്. കമ്പ്യൂട്ടറിൽ ഞാൻ കളിക്കുമ്പോൾ ഞാൻ പണിതേക്കുന്നത്. അതീ സ്ഥലമാണ് എൻ്റെ മൂന്ന് വിഷയം. ഗൈസ്, ഉറപ്പായി ഈ സ്ഥലമാണ്. അതെ ഈ സ്ഥലം. ഇങ്ങോട്ട്. അതെ, ഈ സ്ഥലം. ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. എൻ്റെ ഇവിടെ ഐശ്വരി ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതൊക്കെ നല്ല പൂവൊക്കെ ഉള്ള സ്ഥലമാണ്. ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ അല്ല, എനിക്ക് ഇതാ സ്ഥലം. എനിക്കറിയാം, ഇതാ സ്ഥലം. നമ്മളിപ്പോൾ വീട് കണ്ടുപിടിക്കാൻ പോവാണ്. അല്ലാണ്ട് ഇതെന്നാ പരിപാടിയോ? ചീറ്റിംഗ്, ആബ്സല്യൂട്ട്ലി ചീറ്റിംഗ്. നമുക്ക് ആദ്യം ഒരു ബെഡ് ഉണ്ടാക്കാം. നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ വോള് വേണം. വോളിന് ഷീപ്പിനെ കൊല്ലണം. അയ്യോ, ടൂൾസില്ലാതെ ഞാൻ കൊല്ലുന്നു. ആവട്ടെ. ഒരിത് ഇട്ടിട്ടുണ്ട്. ഇപ്പം ചത്തേനെ. നമുക്ക് ആദ്യം ഇച്ചിരി ടൂൾസ് ഉണ്ടാക്കാം. എന്നിട്ട് ഇവന്മാരെ കൊന്ന് നമുക്ക് കറി ചെയ്യാം. എന്താണെന്ന് അറിയത്തില്ല, നല്ല ലാഗുണ്ട് കേട്ടോ. എൻ്റെ ഒരു വീഡിയോക്കകത്ത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ കിങ് ഓഫ് ഗെയിമിങ്ങിനകത്താണോ ലോ ക്രേസി ഇട്ടത്, അല്ല ഈ ചാനലിനകത്താണോ ഇട്ടതെന്ന് എനിക്കുണ്ട്. ഇതിനകത്താണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ എല്ലാവരും. പോട്ടെ 20. ഓക്കെ, 4 ഉണ്ട്. ഒരു ഗ്രാഫിംഗ് ടേബിള്, 8 സ്റ്റിക്ക്. അയ്യോ, ഇപ്പം പോയനെ. 8 സ്റ്റിക്ക് ഡൺ. ഇപ്പോൾ വീഡിയോ പോസായനെ, അല്ല ഇപ്പോൾ വീഡിയോ തീർന്നേനെ. ഞാൻ അങ്ങോട്ട് പോവാ. ഇപ്പോൾ പോയനെ. ഇവിടെ വെച്ചു.
സോഡ് ആക്സ് ഒക്കെ തന്നെ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഒരു ചാനലിനകത്ത് സ്ട്രോം ഫോർ അതെല്ലാവരും കയറി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. 26 സബ്ബൊക്കെ ഉണ്ട് പുള്ളിക്ക്. പിഗി ഇവന് ഇഷ്ടമല്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഒരു പ്രാവശ്യം ഞങ്ങളുടെ കസിന്മാർ ചുമ്മാ കളിച്ചപ്പം ബെഡ് ഉണ്ടാക്കാൻ ഞങ്ങൾ ചമ്മിപ്പോയി. ഇനി ഒരു ഇതുണ്ടാക്കണം, വീട് നല്ല അന്തസ് വീട്. നമുക്ക് നല്ല സ്ഥലത്ത് വീടുണ്ടാക്കണം. ഇല്ലേ സോപ്പികൾ വന്ന് നമ്മൾ തേച്ച് പോകും. നല്ല സ്ഥലത്ത് വീടുണ്ടാക്കണം. അയ്യോ അമ്മ ഇവിടെ ഇപ്പോൾ താഴെ പോയനെ ഇപ്പോൾ താഴെ പോയനെ. പിന്നെ ഞങ്ങൾ വേണ്ട പിന്നെ ഞാനും എൻ്റെ കസിൻ ചേട്ടനും എൻ്റെ കസിൻ ചേട്ടനും പിന്നെ എൻ്റെ ചാച്ചൻ്റെ അനിയനും പിന്നെ എൻ്റെ കസിൻ ചേട്ടനും എന്നൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വലിയവർക്കാണ് തുടങ്ങുന്നത്. അവരിങ്ങോട്ട് വരണം. വലിയവർക്ക് വന്നാൽ നമുക്ക് ആ ഒരു ചാനൽ ഞങ്ങൾക്ക് ഇതാക്കാം. വീഡിയോ ഒക്കെ ഇടാം. ആ ഒരു ചാനലെന്ന് പറഞ്ഞാൽ ഫുള്ള് എന്താ പറയുക, ഫുട്ബോൾ ചാലഞ്ചസ് ആണ്. അപ്പം അതും കൂടെ എല്ലാവരും കയറി ഒന്ന് സബ് ചെയ്യുക. ഞങ്ങൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. ഇന്ന് രാത്രിയാകുമ്പോൾ എൻ്റെ കയ്യിൽ 1000 അല്ല, എൻ്റെ കയ്യിൽ കുറച്ച് ഇത് വേണം. ചിലപ്പോൾ ഞാൻ നാളെ ആയിരിക്കും വീഡിയോ. പിന്നെ 10 ഡേ സർവൈവൽ ചാലഞ്ചാണ്, പക്ഷേ ചിലപ്പോൾ ഞാൻ നാളെ സെക്കൻഡ് ഡേ ഇട്ടിടും. കാരണം അമ്മ ചിലപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ട് പണി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇച്ചിരി കൂടെ സ്പേസ് ഉണ്ടാക്കാം. ഇത്രയും കൂടി സ്ഥലം വേണം. അയ്യോ പിന്നെ നിങ്ങൾ
മൈൻക്രാഫ്റ്റ് കളിക്കുമെന്ന് കമൻറ്റിലൊന്ന് പറയണം. മൈൻക്രാഫ്റ്റ് കളിക്കുമല്ലോ. രാത്രിക്ക് മുമ്പ് ഇച്ചിരി കോൾ എടുക്കണം. കോൾ എടുക്കാൻ മൈനിങ്ങിന് ഈ സമയം കിട്ടില്ല. രാത്രിയായി അയ്യോ പ്ലാങ്ക് no problem. We have the bed. We have the freaking bed. Place it here. Place it here. Okay, you can നമ്മളിത് നന്നായി ഇവിടെ ഈ വെള്ളത്തിൻ്റെ അടുത്ത് താമസിച്ച കുഴപ്പം. ഓക്കെ കത്തില്ല ഇവിടുന്നോട്. ഓക്കെ ഈനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കില്ല. എൻഡർമാൻ കണ്ടാൽ തീർന്ന്. നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻഡർമാൻ കണ്ടാൽ എന്താവും. ചത്തുപോയി. അയ്യോ ഗൈസ്, ബൈ ദ വേ നമ്മളെ സെക്കൻഡ് ഗൈസ് നമ്മുടെ ഇത് എന്നാ സെക്കൻഡ് ഡേ ആണ്. ഡേ സെക്കൻഡ് ആണ്. നമുക്ക് ഞാൻ കൊടുത്തയാ അമ്മ മറ്റേ നീണ്ട കാര്യം പറയാം. ഞാനങ്ങൾ അവിടെ ഉണ്ട് പൊട്ടുണ്ട്. അയ്യാ നമ്മുടെ സാധനങ്ങൾ തന്നെ എടുക്കണം. ഇനി 8 ദിവസം കൂടെ ഉണ്ട്. 8 ആണോ 9 ആണോ? 9 ദിവസം കൂടെ ഉണ്ട്. ഇനി സർവൈവ് ചെയ്യാൻ 9 ദിവസം കൂടെ ഉണ്ട്. ക്രീപ്പർ വന്ന് ചാടിയത് ഞാൻ കണ്ടില്ല. ഇല്ല കണ്ടായിരുന്നെങ്കിൽ ഞാനവൻ്റെ ആദ്യമായിരുന്നു. അറിയാലോ തന്നെ. എന്നാലും എന്താണ് എൻ്റെ എച്ച് പി അത്. ബെഡ് ഇമ്പോർട്ടൻ്റ്. അയ്യേ പൊട്ടൻ കീപ്പർ. എൻ്റെ ആക്സ് എന്തി? എൻ്റെ ആക്സ് എന്തി? ഞാൻ ചത്തിട്ട് എവിടെ വീണേ? എൻ്റെ ആക്സ്. ഓക്കെ, ഞാൻ ഇവിടെ ചത്തിട്ട് ഇവിടെ എന്തായിരുന്നു അവിടെ? ഇനി 9 ദിവസം കൂടെ. അയ്യ എന്നെ പാട്ട് പഠിപ്പിക്കേണ്ടതാര്? ആരില്ല. കട്ടിലമ്മ എന്നെ പാട്ട് പഠിപ്പിക്കേണ്ടതാര്? കേട്ടില്ലമ്മനെ പാട്ട് പഠിപ്പിക്കേണ്ടതാര്? കട്ടിലമ്മനെ പാട്ട് പഠിപ്പിക്കേണ്ടതാര്? 56 64 64 ഉണ്ട്. 64
നമ്മുടെ ആക്സ് ഇപ്പൊ പൊട്ടുന്നും പറഞ്ഞിരിക്കുന്നു. ആക്സ് കുട്ടൻ പിന്നെ പഠിപ്പിക്കാം. രാത്രിത്തേക്കുള്ള ഫുഡ് നോക്കുന്നുണ്ട്. കൂട്ടൻ്റെ ഒരു കുഴപ്പമില്ല. പൊട്ടി പൊട്ടിയില്ല. എൻകാർട്ടഡ് ചെയ്ത വുഡൻ ആക്സ് ഏതാ? നമുക്ക് ഇച്ചിരി സ്റ്റോൺ എടുക്കാം. സ്റ്റോണൊന്നുമില്ല. Power plant. ഇനി നമ്മുടെ ആക്സിന്റെ ലൈഫ് തീർക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ എന്റെ ലൈഫ് തീർക്കാൻ പവർ പ്ലാൻ നമുക്ക് 2 സെറ്റ് പവർ പ്ലാനെങ്കിലും വേണം. പിന്നെ പണി കിട്ടും. പിന്നെ സ്റ്റോൺ ഷൂ ഒക്കെ വേണം നമുക്ക് ഫാർമിങ് ചെയ്യാൻ. ഓക്കെ 10 ഇതുണ്ട്. ഞാൻ നേരത്തെ വീട് ഇവിടെ പണിയാൻ വന്നപ്പോൾ വെള്ളത്തിൽ പണിതാലോ എന്ന് ഓർത്തായിരുന്നു.
പിന്നെ മറ്റേ ആ സാധനം വെള്ളത്തിൽ നടക്കുന്ന ആ സാധനം വന്നിട്ട് ഒരടി വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ പണിയുന്നത് ബുദ്ധിയല്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി. പോട്ടെ 64 അപ്പുറമില്ല. റാബിറ്റ് എനിക്ക് വിശക്കുന്നു. അതിങ്ങനെ മറ്റേ ഫർണസ് ഉണ്ടാകട്ടെ. ഫർണസ് നമ്മുടെ ഇത് വെക്കാം. പിന്നെ ഇച്ചിരി ടൈപ്പ് ചെയ്യാറ് ഇത് വെക്കാം. ചൂട് എൻ്റെ ഒരു സാധനമുണ്ട്. Let's get back to work. രാത്രി എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ ക്രീപ്പറൊക്കെ അഴിഞ്ഞാടുമായിരിക്കും. രാത്രി ആവാറല്ലേ മറന്നു. പെട്ടെന്ന് ഹോളം നടക്കും. ഇതുണ്ടാക്കുന്നത് പെട്ടെന്നൊരു ഡോറുണ്ടാക്കട്ടെ. 3 ഡോറെങ്കിൽ 3 ഡോർ ഡോറായെങ്കിൽ അയ്യോ ഡേർട്ടുണ്ടല്ലോ, ഡേർട്ടണാച്ചുണ്ടല്ലോ. ഞാൻ മറന്നു ഡേർട്ടിൻ്റെ കാര്യം. അഡ്ജസ്റ്റ്മെൻറ്റിനാണ്. Place the bed. Hey, day 3. Day 3 ആയിരിക്കുന്നു ഗൈസ്. നമ്മൾ പകുതി ഭാഗത്തുനിന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പകുതി പോലും എത്തിയില്ല. അല്ല ഇത് തോർത്തുണ്ടായിരുന്നെങ്കിൽ ആശ്വാസമായിരുന്നു. എന്നിട്ട് കത്തിയാണ്. ഓക്കെ ഇതുണ്ടല്ലോ. ഓവർ പ്ലാൻ നമുക്ക് വേറെ എടുക്കാം. എന്നിട്ട് കത്തിക്കാം.
എന്തോ ഓടിച്ചു വരും. Let's collect some sand. രണ്ടിൽ നിന്ന് നമുക്ക് ഇച്ചിരി ഇതുണ്ടാക്കണം. ഗ്ലാസ് ഇച്ചിരിയും കൂടെ സ്റ്റോൺ എടുക്കണം. ഒന്നും കാണത്തില്ല ഗൈസ്, അതാ കുഴപ്പം. ഒരു സ്റ്റോർട്ടുണ്ടായ ഒരു സെറ്റായിരുന്നു. കൂട്ടി റെഡിയുണ്ട്. സാൻഡ് വെക്കാം. സ്റ്റിൽ എനിക്കൊന്നും കൊടുത്തില്ല. ഒന്നും കാണത്തില്ല. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാം. എനിക്കതിനൊരു പദ്ധതി ഉണ്ട്. ഈ പറഞ്ഞ സാധനം നമ്മൾ പറിച്ചെടുക്കുക, ഇങ്ങോട്ട് പോരുക, നമ്മളിങ്ങനെ ചാടുക, ഇത് പറക്കുക. നമ്മൾ മണ്ടത്തരം കാണിക്കുന്നുണ്ട്. നമ്മളിതൊന്ന് വെക്കുക, ഇച്ചിരി ഇത് പഠിക്കുക. വീടിനകത്ത് അതുകൊണ്ട് ടൂസിൻ്റെ കാര്യം നോക്കി ഓടിക്കുന്നു. പോഴുണ്ടാക്കാം. ഇരുപതുണ്ട്. അതൊക്കെ മോളെ ബാക്കി അറിയത്തില്ല. നീ കഴിഞ്ഞോളത്ത് നിൽക്കുന്ന കാര്യം മോളാ അപ്പാൻ്റെ സ്വർണ്ണ മോള മാർക്കൊക്കെ വേറി മോളത് നടക്കണ മോളെ നിന്നെ നീളത്ത് അങ്ങനെ മോൾക്കൊക്കെ കോള് കണ്ടാൽ പിന്നെ കോളേ അവിടെ കാണത്തുള്ളൂ. അങ്ങനെ ഇതുണ്ട് അല്ല ഈ സ്ഥലത്ത് പിസ്റ്റാച്ചി ആവണം. ഓക്കെ ഇന്നൊരു ലേറ്റ് വന്നു. ഇവിടെയും നമുക്ക് കോള് കണ്ടുപിടിക്കണം.
ഫാർമിങ് ഇവിടെ ചെയ്യാം. ഫാർമിങ്, സ്ട്രാറ്റജി ഫാർമിങ്. നമ്മൾ ഇതുവരെയായിട്ട് ഇവിടെ നിന്ന് പോയില്ല. കോട്ടൺ വെള്ളത്തിൻ്റെ അടിയിലുണ്ടെങ്കിൽ കോട്ടൺ കരയെ കയറാറുണ്ട്. കരയെ കയറാൻ വാടാമോനെ 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 എൻ്റെ അടുത്ത കളി. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഇച്ചിരി ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് നമ്മൾ ഇനി നാളെ നമ്മൾ എടുക്കുന്നതായിരിക്കും പാർട്ട് 2 പോലെ. നിങ്ങൾക്ക് എപ്പിസോഡ് പോലെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫിനിഷ് ആവുകയാണ്.